നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്നും സ്ത്രീകൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ഡൊമസ്റ്റിക് വയലൻസ്. ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു ഫാമിലി കോർട്ട് ലോയർ. തൻ്റെ ജീവിതത്തിലുണ്ടായ വിധിയെ മാറ്റിമറിച്ച് തൻ്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രോങ് വിമൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി അഡ്വക്കേറ്റ് ഷൈല റാണി. മാം നമസ്കാരം, വെൽക്കം ടു ദ ഷോ. മാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. മാം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ശരിക്കും ട്രിവാൻഡ്രംകാരിയാണ്. പിന്നെ ഹൈക്കോർട്ടിൽ ഓഫീസുണ്ട്. ഓൾ കേരള, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി എല്ലാം ഉണ്ട്. എങ്ങനെ പോകണം മാം വർക്കൊക്കെ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇപ്പോൾ ഈ ഒരു ഫാമിലി കോർട്ട് ലോയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു ജോബായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പാഷനാണത്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് പലപ്പോഴും ഞാൻ മെൻ്റലി ഒക്കെ സ്ട്രെസ്ഫുൾ ആവുന്നുണ്ട്. കാരണം ക്ലൈൻറ്റിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ കോടതിയിൽ പോകുന്നത്. അപ്പം അവർക്കുണ്ടാകുന്ന അതേ പെയിൻ നമുക്ക് ചിലപ്പം നേരിടേണ്ടി വരും. അവർക്കുണ്ടാകുന്ന ആങ്കർ നമ്മളും കോർട്ടിൽ കാണിക്കേണ്ടി വരും. അങ്ങനെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എൻജോയ്. എനിക്ക് അത് ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ്. ഈ 25 years ആവാൻ പോകുന്നു. ഇത്രയും വർഷം കൊണ്ട് ഒരിക്കലും വേണ്ടിയില്ലായിരുന്നോ ഒരു മടുപ്പോ ഒന്നും തോന്നിയിട്ടില്ല. എൻഡ് വരെ ഇത് തന്നെയാണ് പണി. ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ മാം, ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതങ്ങനത്തെ ഡിവോഴ്സ് കേസുകളൊക്കെയാണ് മാം മെയിൻലി നോക്കുന്നത്. എന്തുകൊണ്ടാണ് അതൊക്കെ എടുത്ത് ഇതാവാൻ കാരണം? ഡിവോഴ്സ് കേസ് കൂടാനോ? അതാണോ ഉദ്ദേശിക്കുന്നത്? ഡിവോഴ്സ് കൂടാനല്ല, എന്തുകൊണ്ടാണ് ആ ഒരു ജോണർ എടുക്കാൻ കാരണം? അത് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് തന്നെയാണ്. അതിൻ്റെ ഫാമിലി ഇഷ്യൂ നമ്മൾ വിചാരിക്കുന്നുള്ള എല്ലാ വീടുകളും വളരെ സ്വർഗമൊന്നുമല്ല. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടുംബം. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കൊട്ടിഘോഷിച്ച് കുടുംബം എന്ന് പറയുന്നത് എന്തോ വലിയ പ്രസ്ഥാനം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവരെ ഭയങ്കരമായിട്ട് ബാധിക്കും. കുട്ടികളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മുടെ മാനസിക ശാസ്ത്രം, നമ്മുടെ കരിയർ, ഹെൽത്ത് എല്ലാം ബാധിക്കും. ഈ കുടുംബം എന്ന് പറയുന്ന സാധനം വീടിനകത്തിരിക്കുന്നത് പുറത്തറിയത്തുമില്ല. എല്ലാവരും പറയുന്നത് വീടിനകത്തുള്ള പ്രശ്നങ്ങൾ വീടിനകത്ത് തീർക്കണം. അപ്പം നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒരു സമയമാകുമ്പോഴേ നമ്മളല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ. ഇതെനിക്ക് പുറത്ത് പറയണമെന്ന് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ നിങ്ങൾ ഈ പുറമെ കാണുന്നത് സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, അത് പുറത്ത് കാണുന്നതല്ല ലോകം. അതിനുള്ളിൽ ഹാപ്പിയാണോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടൊരു ബോണ്ടുണ്ടോ? അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളും തമ്മിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണോ? അതല്ലാതെ ആരെയോ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ വയലൻസ് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള മാനസിക പീഡനങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങൾ, ഇങ്ങനെ പല പല ചൂഷണങ്ങൾ ഇതിനകത്ത് നടക്കുക. അതൊന്നും എനിക്ക് അഴിച്ചു പണിയണം, അത് പുറത്ത് പറയണം. അങ്ങനെ വരുന്ന സമയത്ത് സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഐ എം നോട്ട് ഓക്കെ, ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ മൈ ഹോം, ഞാനിവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞ് അന്ന് വെച്ചാൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ അന്നത്തെ 20 വർഷം മുമ്പേ ആണ്. ഇപ്പോൾ സൊസൈറ്റിയെ ഭയക്കണം, ഒരു കുഞ്ഞുണ്ട്, പിന്നെ തിരിച്ച് വീട്ടിൽ പോകണോ, സ്വന്തമായിട്ട് ഒന്നുമില്ല, സാമ്പത്തികവും ഇല്ല, ആരോഗ്യവും നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് നമുക്ക് പോയി കിട്ടും. ഇപ്പം നമ്മളെന്താ കരിയർ പോവും, നേരവണ്ണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നേരവണ്ണം ആൾക്കാരോട് പറയാൻ പറ്റില്ല. പ്രൊഫഷണലി എല്ലാവരും കാണുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടൊരു അഡ്വൈസ് പോലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഇത്ര ഞാൻ വന്നിട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ അടുത്ത് കറക്റ്റ് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? എൻ്റെ മെൻ്റലി ഞാൻ പോയിരിക്കും. അവർ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് പറ്റില്ല. പക്ഷെ അത് കാരണം നമ്മൾ കുടുംബം അല്ലെങ്കിൽ കൂടെ ഉള്ളവർ, അതുകൊണ്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. അത് തന്നെ പ്രത്യേകിച്ച് പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ നമ്മളിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര എനിക്കൊരു അഡ്വൈസ് എല്ലാവരോടും ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പാർട്ട്ണർ സെലക്ട് ചെയ്യുമ്പം റൈറ്റായിട്ട് ഇത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഥവാ പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും റോങ് ആയിട്ടുള്ള ഒരാൾ ചൂസ് ചെയ്യരുത്. ഇൻ കേസ് വന്നു പോയാലും അതിനെ വച്ച് സഹിക്കാം എന്നുള്ള ഒരു തോട്ട് വേണ്ട. അല്ല മാം, ഇപ്പോൾ നമ്മളിപ്പോൾ ചിരിച്ചാലും നമുക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ പറയാൻ പറ്റാത്ത കുറേ പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നോക്കുമ്പോൾ ഓക്കെ, അവർ ഹാപ്പിയാണ്, ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നു അങ്ങനെയൊക്കെ. പക്ഷേ വീടിനകത്ത് മൊത്തം ഇഷ്യൂസും ആണ്. അങ്ങനത്തെ കുറേ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് മാം, ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ മാം ഇങ്ങനെ അഡ്വൈറ്റ് ആവണം? എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയിലാണ് കോടതി ഇരിക്കുന്നത്. അപ്പോൾ ആ കോർട്ടിലെ അഡ്വക്കേറ്റ്സിൻ്റെയോടുള്ള ആ യൂണിഫോം ഇല്ലേ, അതിനായിരുന്നു അന്ന് 4ാം ക്ലാസ്സിൽ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഇഷ്ടം. അപ്പോൾ അവരുടെ പിറകെ ഞാനിങ്ങനെ കോട്ടിട്ട് നടക്കണ കാണാം. ലേഡീസൊക്കെ വളരെ കുറവായിരുന്നു അന്നൊക്കെ വന്നിട്ട്. എന്നാലും അതിനോടുള്ളൊരു ഇഷ്ടമാണ് ശരിക്കും വക്കീലാവണമെന്നുള്ള ഒരാഗ്രഹം. നല്ലതിൻ്റെ ഫാമിലിയിൽ ആരും അഡ്വക്കേറ്റ് ഇല്ല. പിന്നെ ഒത്തിരി സംസാരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ഞാനിങ്ങനെ സംസാരിക്കും തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ
എന്താണെന്നറിയില്ല, ആകെയുള്ള ഒരു വീക്ക്നെസ് എന്ന് അന്നും എല്ലാവരും വരുന്നത് ഇന്നെൻ്റെ സ്ട്രെങ്തായിട്ട് ഞാൻ കാണുന്നു. സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന പിള്ളേരെ പേര് എഴുതുന്ന, സംസാരിക്കുന്നവരെ പേര് എഴുതുന്ന ഒരുത്തുണ്ട്. എത്ര ഞാൻ സഹിച്ചിരുന്നാലും ആദ്യത്തെ പേര് എൻ്റെ വന്നതായിരിക്കും. അങ്ങനെ പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ടോക്കറ്റീവ് ആയതുകൊണ്ടോ ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാനും ആയിരിക്കാം. എന്തോ ഞാൻ ഹാപ്പിയാണ്. ഒരിക്കലും ഒരു എടുത്ത ചോയ്സ് തെറ്റായി പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കോട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ മാം ഇങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്? കാരണം മാം ഇപ്പോൾ പറഞ്ഞു ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ മാം ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പവിത്ര, ഞങ്ങൾ 4 പിള്ളേരാണ്. അപ്പോൾ പപ്പ മമ്മി കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ചേച്ചിമാരായിരുന്നു. അപ്പോൾ അവർക്ക് 2 കുട്ടികൾ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മറ്റേ എന്താ പറയുക, മമ്മിക്ക് ഒരു ആൺകുട്ടി വേണമെന്നൊരു ആഗ്രഹം തുടങ്ങിയിട്ട് ഒരു 5 years കഴിഞ്ഞിട്ടാണ് മമ്മി എന്നെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ പ്രസവിച്ച് വന്നപ്പോൾ നോക്കിയപ്പോൾ പെണ്ണായിപ്പോയി. അപ്പോൾ തന്നെ മമ്മിക്ക് വലിയ താല്പര്യം, അങ്ങനെ കുറ്റം പറയണില്ല. അങ്ങനെ ഞാൻ എന്നെ ഡെലിവറായി 1 മാസമായ സമയത്ത് ചേച്ചിക്ക് ന്യൂമോണിയ വന്നു. ന്യൂമോണിയ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യണം ആർക്കെങ്കിലും. അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ, ഗ്രാൻഡ് മയൊക്കെ മരിച്ചുപോയി. ആകെ ഗ്രാൻഡ് ഫാദർ, മമ്മി സിംഗിൾ ചൈൽഡാണ്. അപ്പം ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിലേക്ക് എന്നെ ഇങ്ങനെ ആ 1 മാസമായി കൊടുത്ത് ഞാൻ ആ വഴിക്കൊക്കെ പോയി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് മമ്മി 2ാമത് കൺസീവ് ആവുന്നു. എനിക്ക് 11 മാസം ആയപ്പോഴേക്കും എൻ്റെ അനിയൻ വരുന്നു വീട്ടിലേക്ക്. അവരുടെ അനിയൻ വന്ന സമയത്ത് പിന്നെ ഞാൻ വന്ന് കൂടുതലും മമ്മിക്ക് എന്നെയും കൊച്ചു കുട്ടിയല്ലേ, അവനും കുഞ്ഞല്ലേ, 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ 3 പേരും ഒരു ലെവലിൽ വളർന്നു. ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്നും പിന്നെ ഇടയ്ക്ക് ഹോസ്റ്റൽ പോലെ അല്ലെങ്കിൽ ബോർഡിംഗ് പോലെ ഞാൻ വീട്ടിലേക്ക് വരും. വീടുമായിട്ട് വലിയ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും അവരാരും എടുക്കുക ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. പപ്പ എഞ്ചിനീയറൊക്കെ ആയിരുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ 8ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ ഫാദറും മദറും എന്നൊക്കെ പറയുന്നത് ഗ്രാൻഡ് ഫാദറായിരുന്നു. പുള്ളിക്കാരനോടുള്ള നല്ല ചൈൽഡ്ഹുഡും അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. എൻ്റെ ഒരിക്കലും അവരെനിക്ക് ഒരു ഞാൻ എന്തിപ്പം ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ലോ കോളേജിലൊക്കെ ഞാൻ പഠിക്കുമ്പോഴേക്കും ഞാൻ കറങ്ങി ചുറ്റി രാത്രി വന്നാൽ എൻ്റെ അനിയൻ ലേറ്റായി വന്നു കഴിഞ്ഞാൽ വഴക്കം നീ എവിടെ വരുന്നത് എന്താണ് പറയുന്നത്, നിരാതകളിൽ ഒരു മോനിലാണ് അവരെല്ലാം ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നാളത്തെ കുടുംബം നിലനിർത്തേണ്ടവനെന്നുള്ളവൻ അവൻ അതിൻ്റെ അത്ര പ്രഷറും അവൻ അനുഭവിച്ചിട്ടുണ്ട് അനിയൻ. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡം. എന്തോ എവിടെയോ എങ്ങനെ ആകെ എതിരെ ഒരു പറഞ്ഞത് പ്രണയം. അത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ പറ്റില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ പ്രണയമൊന്നും പണ്ട് 2000-ലുള്ള കാര്യമല്ലേ, പ്രണയമൊന്നും പറ്റില്ല. അതിന് മാത്രം എതിർത്തു. ആ സമയത്ത് ആ എതിർപ്പ് ന്യായമായിട്ട് തോന്നിയില്ല. ഞാൻ വളർന്നു വന്നതൊക്കെ ഒരു വല്ലാത്തൊരു റിബൽ സ്റ്റൈലിലായിരുന്നു എന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ വളർന്നിട്ട് എൻ്റേതായിട്ടുള്ള വോയിസ്, എൻ്റേതായിട്ടുള്ള ശരി, അങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ ആയതെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്ന പോലെ ആ ഒരു സമയത്തൊക്കെ ഇല്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരിക്കലും ഉണ്ട്. എനിക്കെൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം അങ്ങനെ തോന്നുള്ളൂ. ഇവരുമായിട്ടൊന്ന് സെറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വാപ്പൻ്റെ അടുത്ത് കപ്പയും മീനും കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ബിസ്ക്കറ്റും ഹോർലിക്സും കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് തന്നെ എന്നെ കൊല്ലും. എന്ന് പറഞ്ഞാൽ ഒരു എമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നല്ല. ഓക്കെ, ദേ ആർ മൈ സിബ്ലിങ്സ്. പപ്പയുടെ പപ്പ ഇപ്പോഴും നമ്മുടെ ജോയിൻറ്റ് ഫാമിലി, പപ്പയും പപ്പയൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് നോക്കുന്നുണ്ട്. എന്നാലും അങ്ങനെയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ട്. ഓവർ ഇമോഷണൽ കണക്ഷൻസ് ഒന്നും അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ അവർ ചൈൽഡ്ഹുഡിലൊന്നും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. എൻ്റെ എന്തെങ്കിലും ഒരു ലൈഫിലൊരു ഡാർക്ക് പീരീഡ് എന്നുണ്ട് എൻ്റെ മാരിറ്റൽ ലൈഫ് തന്നെയാണ്. ബാക്കിയൊന്നും നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാം ഇപ്പോൾ അഡ്വക്കേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ നമ്മുടെ ഇമോഷണൽ ബാലൻസ് ആയിരിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റായിട്ട്. പക്ഷെ നമ്മൾ എപ്പോഴും വിട്ടുപോകും കേട്ടോ. ഞാൻ ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര ഇമോഷണൽ പ്രശ്നമുള്ള ഒരാളാണ്. അപ്പം പലപ്പോഴും കക്ഷികൾ പറയുന്നത് എൻ്റെ ഇപ്പോഴും ടിഷ്യൂ പേപ്പർ എൻ്റെ അടുത്തുണ്ടാവും. ഒന്നുകിൽ ക്ലയൻറ്റ് കരയുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ കരയുന്നുണ്ടാവും. ഭയങ്കരമായിട്ടങ്ങ് ഞാൻ എടുക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതെനിക്കൊരു വീക്ക്നെസ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതെന്നെ കൂടുതലും അതേ ലെവലിൽ നിന്ന് ആർഗ്യൂ ചെയ്യാനും അതേ ലെവലിൽ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും എന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൊളീഗ് കയറി വന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലയൻറ്റിനെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവളങ്ങ് തീർന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങി വന്നിട്ട് അതിനിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ക്ലയൻറ്റ് പോയതിനു ശേഷം നീ ഒരു അഡ്വക്കേറ്റ് ആണോ ഇങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ ശൈലയാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. ഇതിങ്ങനെ ഞാനങ്ങ് കരഞ്ഞു പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെറിയ പക്ഷെ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. അതാണ് ആ കുട്ടി വന്ന വഴിയുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ ആ ലേഡി അനുഭവിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാവും. പക്ഷെ വേറൊരാൾക്ക് അത് മനസ്സിലാവില്ല. ഇപ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്തുകൂടെ, അത് ചെയ്തുകൂടെ. ഇപ്പോൾ 10,000 ചോദ്യം ഞാൻ ചോദിച്ച പോലെ അഡ്വക്കേറ്റ് അല്ലേ,
പുതിയ വിദ്യാഭ്യാസമില്ലേ, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ കുറേ 100 കൂട്ടം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടിയും ഇല്ല. ആ സമയത്ത് നമുക്ക് വേണ്ട ചിലപ്പോൾ ഒരു ഹഗ്ഗിങ് ആയിരിക്കും. ഓക്കെ, നിൽക്ക്, ഇത് ഈ സമയം പോവും എന്ന് പറയണല്ലാതെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, യോഗ ചെയ്യും, മരുന്ന് കഴിക്കും, മറ്റത് ചെയ്യും, അത് ചെയ്യും എന്ന്. ഇതിനിപ്പോൾ എന്ത്, ഭർത്താവ് മരിച്ചവർ ജീവിക്കുന്നില്ലേ, ഭർത്താവ് ഇല്ലെന്ന് വിചാരിച്ച് ജീവിച്ചുകൂടെ? ഇങ്ങനെ കുറേ അൺനെസസറി ആയിട്ടും എന്താ പറയുക, ഒരു ഇതും ഇല്ലാത്ത ഇവരൊക്കെ നമ്മൾ അടച്ചിരുന്നാൽ മതി സത്യം പറഞ്ഞു. ആ സമയത്ത് ഇവർ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടോളൂ. ഇപ്പോൾ മാം പറഞ്ഞു അവരായിട്ട് മാം ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്നു. അതെങ്ങനെയാണ് മാമിൻ്റെ ഈ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണോ അവർ ഇങ്ങനെ ഒരു വിഷമം പറയുമ്പോൾ മാമും പെട്ടെന്ന് അത്രയും ഇമോഷണലായി പോകുന്നു? ഞാൻ എപ്പോഴും ചെറുതിലെ മുതൽ ഈ സിനിമ കൊണ്ട് കരയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ കരയാറില്ല. എൻ്റെ സ്വന്തം കാര്യത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് അന്ന് ഇപ്പം അതിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഫിലിം കണ്ടും ബാക്കിയുള്ളൊരു വിഷമം എന്നെ ഭയങ്കരമായിട്ട് ഹൗട്ടാവും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഞാൻ മാറണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണം. ഒരു സമയത്ത് ആഗ്രഹിച്ചു ഞാൻ ഇങ്ങനെ കരയരുത്, അല്ലെങ്കിൽ ക്ലയൻസിന് മുമ്പ് ഇങ്ങനെ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അത് കയറിയിട്ടുണ്ടെങ്കിൽ, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു സക്സസ് എന്ന് വെച്ചാൽ ഇറങ്ങുമ്പം തന്നെ ഒരു വിധി വന്നു എന്ന് പറയുമ്പോഴും അവരോടൊപ്പം എനിക്ക് കരച്ചിൽ വരും. അത് വന്നിട്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിളിക്കണം, മാഡം ഈ കേസ് ജയിച്ചു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കേസ് വന്നിട്ട് അത് ഭയങ്കര കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 മുതൽ ഞാൻ നടത്തിയ കേസാണ്. 2019 മുതൽ അവളെന്ന് വെച്ചാൽ ഗോൾഡ് മെഡലിസ്റ്റാണ്, PhD ഹോൾഡറാണ്, സയൻറ്റിസ്റ്റാണ്. പക്ഷെ അവളുടെ ലൈഫ് ഭയങ്കരമായിട്ട് താറുമാറായി. അവളെ നേരെ ജോലിക്ക് വിടത്തില്ല. അവൾക്ക് ഓരോന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നത് ഇവൻ മൊത്തം ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം ഡിവോഴ്സായി കുറേ കേസൊക്കെ ആയിട്ട് കോടതി കയറി നിന്ന സമയത്ത് അവൻ ഹാജരാക്കുന്നു ഇവർക്ക് വന്ന കോൾ ടിക്കറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ എം എ ഡ്യൂട്ടിഫുൾ ഫാദർ, ഞാൻ അപ്ലൈ ചെയ്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് ആ കൂട്ടിൽ നിന്ന് ആ പെൺകുട്ടി പറഞ്ഞു, ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്, ഈ സാധനത്തിന് വേണ്ടി ഞാൻ എത്ര കഷ്ടം എന്ന് വെച്ചാൽ വന്ന ഹോൾ ടിക്കറ്റ് ഇവളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയാളെ കാണിച്ചിട്ടില്ല, ഒളിപ്പിച്ച് വെച്ചു. ഇത് എനിക്ക് വന്നിട്ട് അവളങ്ങ് ഇങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ക്രൂവൽറ്റി, ഇതിനപ്പുറം ഒന്നും കോടതിക്ക് മുമ്പേ തെളിയിക്കാനില്ല. ഇന്ന് ഈ കുട്ടി കാണുന്നത് ഇത് തന്നെയാണ് എൻ്റെ കേസ്. ഈ കുഞ്ഞിനെ ഇവളിപ്പം ഹൈദരാബാദിലെ ഏറ്റവും ടോപ്പ് സയൻറ്റിസ്റ്റിൽ ഒരാളാണ്. ഗോൾഡ് മെഡൽ, MSc ഗോൾഡ് മെഡൽ, എല്ലാത്തിനും ഗോൾഡ് മെഡൽ വെച്ച് അവള് തളച്ച് ഭാര്യയാണ്, കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കണം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതെല്ലാം സപ്പോർട്ടീവ് അല്ല. അതന്നെ എൻ്റെ കേസ് ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ അവൾക്ക് എന്താ പറയുക, എങ്ങനെയാണത് പ്രതികരിക്കണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഓഫീസിലെല്ലാവരും ഭയങ്കര ഇമോഷണലായി പോയ ഒരു കേസാണ്. എന്നിട്ട് നല്ലൊരു കേസായിരുന്നു. ഇപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞു ചെറുപ്പത്തിലാണെങ്കിലും ശരി, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ഒരുപാട് ക്രൈസിസിലൂടെയാണ് മാം കടന്നുപോയത്. ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെയാണ് മാമിന് ഇത്രയും സ്ട്രോങ് ആക്കിയത്? ആണ്, ഡെഫിനറ്റ്ലി. നമ്മളങ്ങ് മോൾഡ് ചെയ്യും. ഇതൊന്നും സാധനം നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വച്ചോ എന്ന് പറയണതല്ല. ഇപ്പം നമ്മൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മൾ ആർജിച്ചെടുക്കും. നമ്മൾ വീഴും, കരയും, ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിക്കും. എന്നിട്ട് കുറേ പേര് വന്ന് കുറേ ഉപദേശം തരും. ചിലർ രക്ഷിക്കാൻ ശ്രമിക്കും, പക്ഷേ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകും. അപ്പം നമ്മൾ തന്നെ എഴുന്നേൽക്കും. ഒന്നുകിലും മരണം, ആത്മഹത്യ, അതല്ലെങ്കിൽ ജീവിതം, ഇതിലേത് ബെറ്റർ എന്ന് നോക്കും. എന്നാലും മരണം വരെ ഭരിക്കണമെന്ന് ചിന്തിച്ച ആൾക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. എന്ത് കിട്ടിയാലും ബോണസാണ്. അപ്പോൾ പിന്നെ തിരിച്ച് ഒരു എഴുന്നേൽപ്പ് അങ്ങോട്ട്. പിന്നെ എന്ത് വന്നാലും ഒരു ഡോട്ട് കെയർ പോലെ ഒരു അവസ്ഥ. അതാണ് എൻ്റെ അവസ്ഥ വന്നത്. ഒരു നിമിഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മുമ്പിലൊന്നുമില്ല, ശൂന്യത മാത്രം. ആകെ ഉള്ളത് 5 വയസ്സുള്ളൊരു കൊച്ച്, ഒരു ഗൗണ്, കോട്ട്, നേടിയെടുത്ത വിദ്യാഭ്യാസം, ഇതല്ലാതെ ഒന്നുമില്ല. പിന്നെ പോരാത്തതിന് അനുഭവിച്ച സ്കാസ്, മുറിവുകൾ, മനസ്സിൽ ഏറ്റ മുറിവ്, ശരീരത്തിൻ്റെ മുറിവ്, സൊസൈറ്റിയുടെ കുറ്റപ്പെടുത്തൽ, ലവ് മാരേജ് ആയിരുന്നു ഞങ്ങൾ. അപ്പം വീട്ടുകാരെ എതിർപ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിൽ നിന്ന് മാറിയ സമയത്ത് എൻ്റെ മോളുമായിട്ട് എൻ്റെ വീട്ടുകാർ നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഒരു ഗിൽട്ടി ഫീലിംഗ് ഇല്ലേ. നോ പറഞ്ഞതാണ്, അവരെൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ അടി ഉണ്ടാക്കി 2.5 വർഷം വീട്ടിൽ കിടന്ന് വീട് മൊത്തം ഐ ലവ് ഒക്കെ അവൻ്റെ പേരൊക്കെ എഴുതി വെച്ച് ഭയങ്കര ഷോയൊക്കെ കാണിച്ച് പോയതാണ്. നമ്മൾ ശരിയെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോൾ അയ്യോ നമ്മൾ തെറ്റായിരുന്നു, അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനും വയ്യ, റോങ് ആയിരുന്നു, എൻ്റെ ചോയ്സ് റോങ്. പക്ഷെ ഡെഫിനറ്റായിട്ട് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും അയാളെ ഞാൻ കുറ്റം പറയില്ല, ഒന്നിനും പറ്റില്ല, എൻ്റെ ചോയ്സ് റോങ് ആയിരുന്നു. അവിടെയാണ് നമ്മൾ തെറ്റുന്നത്. റൈറ്റായിട്ടുള്ള ഒരാൾ, നമുക്ക് പറ്റുന്ന ഒരാൾ
നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ക്രൈസിസിന്റെ സമയത്തും മാമിന്റെ ഫാമിലിയും അതുപോലെ മോളൊക്കെ ഇങ്ങനെ സപ്പോർട്ടീവായി? ഭയങ്കര. മോള് ഒരുപാട് എന്നെ സ്ട്രഗിൾ ചെയ്തു. ഒരിക്കലും അവൾ പെയിൻ എന്നോട് കാണിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല എന്താണ് പപ്പ പോയത്, നമ്മളെന്ത് വേണ്ടേ, ഇങ്ങനെ ഒന്നും പപ്പ എന്ന് പറഞ്ഞ സബ്ജക്റ്റേ അവൾ സംസാരിക്കില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും നല്ല തമാശ പോലെ എന്തെങ്കിലും പറയുന്നതല്ലാതെ. ആ സമയത്ത് അവൾ ഭയങ്കരമായിട്ട് കൂടെ നിന്നു. കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും എനിക്ക് പാനിക് അറ്റാക്ക് വരുമായിരുന്നു. അപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയും ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു ബ്ലാസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് ഫിക്സ് പോലെയെന്ന് വെച്ചോ, കോട്ടിലൊക്കെ വെച്ചെനിക്ക് വന്നിട്ടുണ്ട് അത്. അപ്പം ആൾക്കാർ നൊരയപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല, പക്ഷെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വിറച്ചിട്ട് അടുത്തിരിക്കുന്നവരേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പോൾ എപ്പോഴും പിടിക്കുന്ന ഈ ഫ്രോക്ക് ഇട്ട് എൻ്റെ കൊച്ചിൻ്റെ ആയിരിക്കും, അവളായിരിക്കും എടുക്കും. അപ്പോൾ അവളുടെ ഫ്രോക്കിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ അവളിങ്ങനെ എൻ്റെ മടി കിടന്നിട്ട് അമ്മയ്ക്കൊന്നുമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ആ കുഞ്ഞു കൈ കൊണ്ട് ഇങ്ങനെ തടവുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഇതിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ആകെ അവൾ മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടി എങ്ങനെയെന്ന് അവൾക്ക് വേണ്ടിയെന്നല്ല, എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഒരിക്കലും അവൾക്ക് എൻ്റെ എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ മാം, ഡിവോഴ്സ് കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ്, മാം അത് ചെയ്യുന്ന സമയത്ത് മാമിൻ്റെ ലൈഫായിട്ട് അത് റിലേറ്റ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്? എല്ലാ കേസും എനിക്ക് എവിടെയെങ്കിലും റിലേറ്റ്, ഒരു ചെറിയ പോയിന്റ് എങ്കിലും ഇതുവരെ എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാത്ത ഒരു കേസും എനിക്ക് വന്നിട്ടില്ല. പവിത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ പോയിന്റ് എങ്കിലും അത് എനിക്ക് റിലേറ്റ് ചെയ്ത് വരും. എവിടെയെങ്കിലും ഫിനാൻഷ്യലി ആവട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി ആവട്ടെ, സെക്ഷലി ആവട്ടെ, അല്ലെങ്കിൽ പാരൻസിൻ്റെ എന്തെങ്കിലും എവിടെയെങ്കിലും എനിക്കൊരു ചെറിയ ഒരു ഇതെങ്കിലും വരും. അപ്പോൾ എനിക്ക് അവർക്ക് അതാണ് കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇഷ്യൂസ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ വീട്ടിനകത്ത് ഒറ്റപ്പെടുത്തുന്നത്, ഇപ്പോൾ ഒരു ഇൻലോസിൻ്റെയൊക്കെ ഇടയിലായിരിക്കാം പുള്ളിക്കാരത്തി അവരുമായിട്ട് സിങ്ക് ആവാൻ ശ്രമിക്കും, പക്ഷെ സിങ്ക് ആവാൻ പറ്റുന്നില്ല. അവർ വേറൊരു ലോകത്ത്, ഇവർ മനസ്സിലായില്ലേ? അപ്പോൾ ആ കൊച്ചു പറയുമ്പം അതിനെങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും കറക്റ്റ് ഇതാണ് അവർക്ക് പറ്റാഞ്ഞിട്ടാണ്. അവർ രണ്ട് എൻഡിറ്റിയാണ്, കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അവരുമായിട്ട് മിങ്കിളാവത്തില്ല. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അവർ സപ്പോർട്ടീവ്, പക്ഷെ എനിക്ക് അവരുമായിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ ഞാനെന്നാൽ മാറി ഇന്ന് വല്ല വായിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇദ്ദേഹം വന്ന് ഓടി വന്നിട്ട് പിച്ച് വെച്ചിട്ട് കയ്യിലിട്ട് പിച്ചിട്ട് നിനക്കെന്താ അവരോട് പോയി സംസാരിച്ചൂടെ എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ ടോപ്പിക്കൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നേ, അത് നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല. അപ്പോഴേക്കും എനിക്ക് ഞാനിങ്ങനെ കരഞ്ഞ് സങ്കടമൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഫിസിക്കലി ഭയങ്കര ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും എനിക്കെന്ത് പറയണമെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവരുമായിട്ട് എനിക്ക് സെറ്റാവുന്നില്ല, കുറ്റപ്പെടുത്തുന്നതല്ല, അതൊക്കെ ഇവർക്ക് മനസ്സിലാവില്ല. വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാരും വലിയ പറ്റോളാം, പക്ഷെ നമുക്ക് പറ്റണ്ടേ അതാ സാധനം. പിന്നെ വന്ന് കരച്ചില് കൂവല്, ദൈവമേ ഞാൻ ഇതെങ്ങനെ ചെയ്യും, പിന്നെ ചിരിച്ചു നോക്കും, സംസാരിച്ചു നോക്കും, സെറ്റാവില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ വരും ഇതുവരെ ലൈഫിൽ. ഇപ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസ് ഇപ്പം മാം ചെയ്തതിൽ വെച്ചിട്ട് ഏതായിരിക്കും? കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ഈ ഒരു കേസ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക അവിശ്വസനീയമായ കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അവിശ്വസനീയമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയല്ലേ, ഭർത്താവിന് ഭാര്യയും ഭയങ്കര സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കും, ഭയങ്കര അതീവ സ്നേഹം. പക്ഷെ ഇവർക്ക് അവനോട് സ്നേഹം ഉണ്ടോ എന്ന് പരീക്ഷിക്കണം എങ്ങനെയാണെന്ന് അറിയോ? വായിൽ തുപ്പിക്കൊടുക്കും, ആ തുപ്പൽ അറക്കണം. ഇതാണ് പരീക്ഷണം. അല്ലെങ്കിൽ വിചാരിക്കും അപ്പം നിനക്ക് എന്നോട് സ്നേഹമില്ല, അപ്പം ഞാൻ എങ്ങാനും വീണുപോയി അല്ലെങ്കിൽ എൻ്റെ ശരീരമൊക്കെ പുഴുവരിച്ചു കഴിഞ്ഞാൽ നീ അപ്പം എന്നെ നോക്കില്ല, നിനക്ക് അറപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറക്കണം. ഇവൾ ആദ്യമൊക്കെ അത് ചെയ്യുമായിരുന്നു എന്ന്, പിന്നെ അത് നോക്കാനിക്കാൻ തുടങ്ങി. ഒന്ന് കളിച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അതിശയങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ കുറേ സൈക്കോ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം കലക്കി ഈ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് എങ്ങനെ പറഞ്ഞാൽ പറ്റും ഇവന്. അപ്പോൾ അവർ വീട്ടുകാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എന്തോ വട്ടാണ്, അവനൊരു കുഴപ്പമില്ല, അവന് ഭയങ്കര സ്നേഹം, പുറത്ത് കാണിക്കുന്നതൊക്കെ ഭയങ്കര സ്നേഹങ്ങളാണ്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെയും അവന് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അത് ക്യൂർ ചെയ്യണമെന്നൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ സമ്മതിച്ചു തരാനോ അവരെ ഫാമിലി ഒന്നും സമ്മതിച്ചു തരത്തുമില്ല. മനസ്സിലാവും? ഇതാണ് അവളുടെ ഫാമിലി. എത്രയെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ മൂവീസിൽ ഇങ്ങനെ പല ഈ സൈക്കോ പലരെയും കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിയൽ ലൈഫിലും ഇതുപോലെയൊക്കെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ പവിത്ര അത് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ 2 ദിവസം വന്നിരുന്നാൽ മതി. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെന്താ ഇതിനകത്ത് നടക്കണേ, നിങ്ങൾ ഈ കാണുന്ന ഇതൊന്നും അല്ല. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറലായ ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് കൂടുതൽ പറയില്ല. 2 വർഷമായിട്ടുള്ളൂ. തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ ടോപ്പായിട്ട് നടത്തിയ ഒരു കല്യാണമാണ്. അത്ര ടോപ്പാണ്, വൈറലായിട്ടുള്ള ഒരു കല്യാണം. അത് ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കും. അതും ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് നട്ടി. എന്നിട്ട് ആള് വയലറ്റുമാണ്. മനസ്സിലായില്ല? അതെന്നാണ്ട് ഈ പുറത്ത് കാണുന്നതൊന്നുമല്ല ജീവിതം.
ഈ വലിയ ഇഷ്യൂ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടണമെന്നുള്ള മാനസികമായിട്ടുള്ളൊരു അടുപ്പം, ഒരു ലവ്, അങ്ങോട്ടും ഇങ്ങോട്ടും. നീ വീണാലും ഞാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീണാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം. മറ്റതൊന്നും ഒരു വിശ്വാസവും ഇല്ല, ആർക്കും ഒരു വിശ്വാസവും ഇല്ല. അങ്ങനത്തെ ഒരു ജീവിതം ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അതിനേക്കാൾ കല്യാണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് സത്യം വരെ നല്ലത്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ എത്രയൊക്കെ ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും മാം നമുക്കറിയാം ഇപ്പോഴും ഈ ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം, അതൊക്കെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ എന്താ മാം പറയാനുള്ളത്? അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നും വന്നിട്ട് ഞാൻ എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ കാശ് കൊടുത്ത് ഭർത്താവിനെ വാങ്ങാൻ നിൽക്കരുത്. കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്താണെങ്കിലും അത് നിലനിൽക്കില്ല എന്ന് വെച്ചാൽ നല്ലതല്ല. നമ്മളൊരു ഒരു ബന്ധം പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇപ്പം അമ്മയും മകളും നമ്മൾ ബന്ധം, സഹോദരി നമ്മൾ കാശ്, അതേപോലെ ഒരു ബന്ധം തന്നെയല്ലേ ഭാര്യ ഭർത്താവ് തമ്മിലുള്ളത്. ഇവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൾക്കുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞിട്ട് ഇവൾ കൊടുത്തോട്ടെ. അതിനർത്ഥം കല്യാണ സമയത്ത് കൊണ്ടുവന്നിട്ട് ഇത്ര കാറ്, ഇത്ര സ്വർണം, ഇതെല്ലാം കൊടുത്ത് അവന് ഡിമാൻഡ് ചെയ്തിട്ട് ചോദിച്ച് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1961 വന്ന നിയമമാണ് ഡവറി പ്രൊഹിബിഷൻ ആക്ട്. 2023 വന്ന് കിടക്കുന്നത്. എന്നിട്ടും അതിന്ന് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് ആരാ? കൊടുക്കുന്നവരെ പറയണം, കൊടുക്കാമെന്ന് സമ്മതിച്ചവരെ പറയണം, വാങ്ങാമെന്ന് പറയണം. എല്ലാവരും ഒറ്റക്കെട്ടിൽ പറയുക ഇല്ല, കൊടുക്കില്ല പറയില്ല. മാട്രിമോണിയൽ സൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ പവിത്ര. അതിനകത്ത് വന്നിട്ട് ഇവരെ അട്രാക്ട് ചെയ്യണ പോലെയാണ് ലേഡീസിന്റെ പ്രൊഫൈൽ വരുന്നത്. എന്ന് വെച്ചാൽ കാനഡയിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ജോലിയൊക്കെ എഴുതിക്കോട്ടെ, പക്ഷെ അവർ വന്നിട്ട് ഫിനാൻഷ്യലി ഓക്കെ ആണെന്ന് കാണിക്കും. അപ്പം മറ്റവന്റെ കണ്ണുവിടെ വരും, ഫിനാൻഷ്യലി വരും. കെട്ടിക്കഴിഞ്ഞാൽ കാനഡയിൽ പോവാം, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം എന്തോ ഒരു പ്രോഫിറ്റിന് വേണ്ടി മാരേജ് മാറ്റും. അത് നമുക്ക് ഒരിക്കല. മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രണ്ട് ഇപ്പം സെയിം സെക്സ് ഉണ്ടോക്കെ അത് വിട്ടേക്ക്, 2 പേർക്ക് ശിഷ്ടജീവിതം ഒരുമിച്ച് ഒരു വള്ളത്തിൽ സന്തോഷകരമായിട്ട് തുഴഞ്ഞ് മുന്നോട്ട് പോകും, കുട്ടികളും ഒക്കെ ആയിട്ട്. അത് തന്നെയല്ലേ പ്രകൃതി വച്ചിരിക്കുന്നത്. അല്ലാതെ ഇറ്റ്സ് ബിസിനസ് ഡീലാണോ അത് തമ്മിൽ? അതല്ല. പിന്നെ ഒരു സൊസൈറ്റിയുടെ സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇല്ലീഗലായിട്ട് എഴുത്തുമൊക്കെ വരുന്നത്. ഒരു പേപ്പർ വർക്കും ബാക്കി കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു സിബ്ലിങ്സ്, ഒരു സ്പൗസ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റാൾക്കുള്ള ലീഗലായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലീഗൽ മാരേജ് ആക്ട് പ്രകാരം വച്ചിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം പോലെ മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? കാശിലോ പണത്തിലോ ഒപ്പിലോ എന്തെങ്കിലും?